ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം 2 ബൈബിൾ ക്വിസ്. ആർക്കാണ് പ്രതിവാദം പറവാൻ ഇല്ലാത്തത്? വിധിക്കുന്ന ഏതു മനുഷ്യനും. അന്യനെ വിധിക്കുന്ന മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? തന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. ആവക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യന് എന്തിൽ നിന്ന് തെറ്റി ഒഴിയാൻ കഴിയില്ല? ദൈവത്തിന്റെ വിധിയിൽ നിന്ന്. ആവക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി എന്ത് അനുസരണയായിരിക്കുന്നു? സത്യാനുസരണയായിരിക്കുന്നു. ദൈവത്തിന്റെ ദയ ഒരുവനെ എന്തിലേക്ക് നടത്തുന്നു? മാനസാന്തരത്തിലേക്ക്. ദൈവത്തിന്റെ ദയ ഒരുവനെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ വിധിക്കുന്നവൻ ദൈവത്തിന്റെ എന്തെല്ലാം നിരസിക്കുന്നു? ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം. കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും വിധിക്കുന്നവൻ തനിക്ക് തന്നെ എന്തു ചെയ്യുന്നു? ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് തനിക്ക് തന്നെ കോപം ചരുതിച്ചു വെക്കുന്നു. ദൈവകോപ ദിവസത്തിൽ എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടും. ദൈവം തന്റെ കോപ ദിവസത്തിൽ ഓരോരുത്തനെ എന്തിനു തക്ക പകരം ചെയ്യും? ഓരോരുത്തനെ അവനവന്റെ പ്രവർത്തിക്ക് തക്ക പകരം ചെയ്യും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിര പൂണ്ട് അന്വേഷിക്കുന്നതെന്താണ്? തേജസ്സും മാനവും അക്ഷതയും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് ദൈവം എന്ത് നൽകും? നിത്യജീവൻ. ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് എന്തു കൊടുക്കും? കോപവും ക്രോധവും. ആർക്കാണ് കഷ്ടതയും സങ്കടവും വരിക? തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും. കഷ്ടവും സങ്കടവും ആദ്യം വരുന്നത് ആർക്കാണ്? യഹൂദന്. കഷ്ടവും സങ്കടവും യഹൂദന് വന്നതിന് ശേഷം വരുന്നത് ആർക്കാണ്? യവനന്. നന്മ പ്രവർത്തിക്കുന്ന ഏവനും എന്തെല്ലാം ലഭിക്കും? മഹത്വവും മാനവും സമാധാനവും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും ലഭിക്കുന്ന മഹത്വവും മാനവും സമാധാനവും ആദ്യം ലഭിക്കുന്നത് ആർക്കാണ്? യഹൂദന്. നന്മ പ്രവർത്തിക്കുന്നതിനുള്ള മഹത്വവും മാനവും സമാധാനവും യഹൂദന് ശേഷം ആർക്കാണ് ലഭിക്കുന്നത്? യവനന്. ദൈവത്തിന്റെ പക്കൽ ഇല്ലാത്തത് എന്താണ്? മുഖപക്ഷം. ആരാണ് ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകുക?
ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ ഒക്കെയും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ ഒക്കെയും എന്താൽ വിധിക്കപ്പെടും? ന്യായപ്രമാണത്താൽ. ദൈവസന്നിധിയിൽ നീതിമാന്മാർ ആരല്ല? ന്യായപ്രമാണം കേൾക്കുന്നവരല്ല. ദൈവസന്നിധിയിൽ ആരാണ് നീതീകരിക്കപ്പെടുന്നത്? ന്യായപ്രമാണം ആചരിക്കുന്നവർ. ന്യായപ്രമാണമില്ലാത്തവർ ആരാണ്? ജാതികൾ. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ സ്വഭാവത്താൽ എന്താണ് ചെയ്യുന്നത്? ന്യായപ്രമാണത്തിലുള്ളത്. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നത് എപ്പോൾ? ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ. ജാതികൾക്ക് അവരുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നത് എന്താണ്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി. ജാതികളുടെ മനസ്സാക്ഷിയും വിചാരങ്ങളും അവർക്ക് വേണ്ടി എന്തു ചെയ്യുന്നു? മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറയുന്നു. അവരുടെ വിചാരങ്ങൾ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്യുന്നു. ജാതികൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നത് എപ്പോൾ? ദൈവം മനുഷ്യരുടെ രഹസ്യങ്ങളെ യേശുക്രിസ്തു മുഖാന്തരം ന്യായം വിധിക്കുന്ന ദിവസം. ദൈവം മനുഷ്യരുടെ രഹസ്യങ്ങളെ യേശുക്രിസ്തു മുഖാന്തരം എങ്ങനെ വിധിക്കുന്നു? സുവിശേഷ പ്രകാരം. യഹൂദൻ എന്തിലാണ് ആശ്രയിക്കുന്നത്? ന്യായപ്രമാണത്തിൽ. യഹൂദൻ എന്തിലാണ് പ്രശംസിക്കുന്നത്? ദൈവത്തിൽ. ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ യഹൂദന് എന്തറിയാം? ദൈവത്തിന്റെ ഇഷ്ടം. ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ യഹൂദൻ എന്ത് വിവേചിക്കുന്നു? ഭേദാഭേദങ്ങൾ. യഹൂദന് എവിടെ നിന്നാണ് ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ലഭിക്കുന്നത്? ന്യായപ്രമാണത്തിൽ നിന്ന്. കുരുടർക്ക് താൻ എന്തു ചെയ്യുന്നവൻ എന്ന് യഹൂദൻ ഉറച്ചിരിക്കുന്നു. വഴി കാട്ടുന്നവൻ. ഇരുട്ടിലുള്ളവർക്ക് താൻ എന്താണെന്നാണ് യഹൂദൻ ഉറച്ചിരിക്കുന്നത്? വെളിച്ചം. മൂഢർക്ക് താൻ എന്തു ചെയ്യുന്നവൻ എന്ന് യഹൂദൻ ഉറച്ചിരിക്കുന്നു. പഠിപ്പിക്കുന്നവൻ. ശിശുക്കൾക്ക് താൻ ആരാണെന്ന് യഹൂദൻ ഉറച്ചിരിക്കുന്നു. ഉപദേഷ്ടാവ്. അന്യനെ ഉപദേശിക്കുന്ന യഹൂദനോട് പൗലോസ് എന്ത് ചോദ്യമാണ് ഉന്നയിക്കുന്നത്?
നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന യഹൂദനോട് പൗലോസ് എന്ത് ചോദ്യമാണ് ഉന്നയിക്കുന്നത്? നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന യഹൂദനോട് എന്ത് ചോദ്യമാണ് പൗലോസ് ചോദിക്കുന്നത്? നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന യഹൂദനോട് പൗലോസ് എന്ത് ചോദ്യമാണ് ഉന്നയിക്കുന്നത്? നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? യഹൂദന്മാർ എന്തിലാണ് പ്രശംസിക്കുന്നത്? ന്യായപ്രമാണത്തിൽ. യഹൂദന്മാർ എങ്ങനെയാണ് ദൈവത്തെ അപമാനിക്കുന്നത്? ന്യായപ്രമാണ ലംഘനത്താൽ. ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന യഹൂദൻ എന്താണ് ചെയ്യുന്നത്? ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നു. യഹൂദന്മാർ നിമിത്തം ദൈവനാമം എന്ത് ചെയ്യപ്പെടുന്നു? ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നത് എവിടെ? യെശയ്യാവ് 52 അധ്യായം 5 വാക്യം, യെഹെസ്കേൽ 36:21 മുതൽ 22 വരെ. പരിച്ഛേദന പ്രയോജനമുള്ളതാകണമെങ്കിൽ എന്തു ചെയ്യണം? ന്യായപ്രമാണം ആചരിക്കണം. യഹൂദൻ ന്യായപ്രമാണം ലംഘിച്ചാൽ പരിച്ഛേദന എന്തായി തീർന്നു? അഗ്രചർമ്മമായി തീർന്നു. അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ എന്ത് സംഭവിക്കും? അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്ന് എണ്ണും. ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്ന സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ആരെ വിധിക്കും? അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണ ലംഘിയായ യഹൂദനെ. ആരാണ് യഹൂദൻ അല്ലാത്തത്? പുറമെ യഹൂദനായവൻ. യഥാർത്ഥ പരിച്ഛേദന അല്ലാത്തത് എന്താണ്? പുറമെ ജഡത്തിലുള്ളത്. ആരാണ് ശരിയായ യഹൂദൻ? അകമേ യഹൂദനായവൻ. എന്താണ് ശരിയായ പരിച്ഛേദന? അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. മനുഷ്യരാലല്ല, ദൈവത്താൽ തന്നെ പുകഴ്ത്തി ലഭിക്കുന്നതാർക്ക്? അകമേ യഹൂദനായവന്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.